Overview of solid waste segregation and management എന്ന് പറഞ്ഞ ഒരു യൂണിറ്റ് കേട്ടോ. അതായത് ഈ യൂണിറ്റിൽ നമ്മൾ മുഴുവനായിട്ടും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് സോളിഡ് വേസ്റ്റ്. ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ആണ് എന്താണ് സോളിഡ് വേസ്റ്റ്. രണ്ടാമത്തേത് എന്താ നോക്കുക വെച്ചാൽ ദ വേസ്റ്റ് മാനേജ്മെന്റ് സിസ്റ്റം അല്ലേ. വേസ്റ്റ് മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ കുറച്ച് എലമെന്റ്സ് ഏതൊക്കെ. പിന്നെ മൂന്നാമത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കുകളാണ് ഓൺ സൈറ്റ് ഡിസ്പോസലും അതിന്റെ ഫങ്ഷൻസും, പിന്നീട് അങ്ങോട്ട് ഇൻസൈറ്റ് ഡിസ്പോസലും അതിന്റെ കുറച്ച് എക്സാമ്പിൾസും. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ എന്ത് ചെയ്യാൻ പോകുന്നത്, ഡിസ്കസ്. മെയിൻ ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഇത് തന്നെയാണ് കേട്ടോ. സോ നമുക്ക് നോക്കിയാലോ. ആദ്യം തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് എന്താണ് ഈ സോളിഡ് വേസ്റ്റ് എന്ന് പറഞ്ഞാല്. സോളിഡ് വേസ്റ്റ് എന്താണ് എന്നാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. ആക്ച്വലി ശ്രദ്ധിച്ചു കേട്ടിരിക്കാം. സോളിഡ് വേസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ആവശ്യമില്ലാത്തതോ അതായത് ഉപയോഗപ്രദമല്ലാത്ത ഏത് വേസ്റ്റും ആരിൽ നിന്നും വന്നത്, മനുഷ്യനിൽ നിന്നോ അല്ലെങ്കിൽ ചെടിയിൽ നിന്നോ അതല്ല അനിമൽസിൽ നിന്നോ വന്നിരിക്കുന്ന ഗാർബേജിനെയാണ് നമ്മൾ എന്ത് പറയാ, സോളിഡ് വേസ്റ്റ് എന്ന് പറയാം. മനസ്സിലായല്ലോ. അതായത് എന്താണ്, അതായത് നമുക്ക് ആവശ്യമില്ലാത്തത്. ഓക്കെ, ഒരിക്കലും ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഉപയോഗപ്രദമല്ലാത്ത, അതായത് പ്യൂർലി യൂസ്ലെസ് ആയ, അതേപോലെ തന്നെ അൺവാണ്ടഡ് ആവശ്യമില്ലാത്തതുമായ ഗാർബേജുകൾ. എവിടെ നിന്നും വരുന്ന ഗാർബേജുകൾ, മനുഷ്യനിൽ നിന്നോ അല്ലെങ്കിൽ മനുഷ്യപ്രവൃത്തിയിൽ നിന്നോ അല്ലെങ്കിൽ അനിമൽസിൽ നിന്നോ അല്ലെങ്കിൽ ചെടികളിൽ നിന്നുമോ വരുന്ന ഗാർബേജുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, സോളിഡ് വേസ്റ്റ് എന്ന് നമ്മൾ വിളിക്കുന്നത്. മനസ്സിലായല്ലോ. ഓക്കെ, സോ ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഇത് നമുക്ക് വാട്ട് ഈസ് എ സോളിഡ് വേസ്റ്റ്, വാട്ട് ഈസ് സോളിഡ് വേസ്റ്റ് എന്നൊരു ചോദ്യം തന്നെ മുഴുവനായിട്ട് ചോദിക്കും. മനസ്സിലായല്ലോ. സോ അപ്പൊ ഇതീ ഒരു ഉത്തരമാണ് എഴുതേണ്ടത്. എന്താണ്, അൺവാണ്ടഡ് ആയതോ അല്ലെങ്കിൽ യൂസ്ലെസ് ആയിട്ടുള്ളതുമായ മനുഷ്യനിൽ നിന്നോ മൃഗങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ പ്ലാന്റ്സിൽ നിന്നോ വരുന്ന ഗാർബേജുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, സോളിഡ് വേസ്റ്റ് എന്ന് നമ്മൾ വിളിക്കുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലായി എന്താണ് സോളിഡ് വേസ്റ്റ് എന്നുള്ളത് അല്ലെ. അതെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്ന രണ്ടാമത്തെ ടോപ്പിക് ആണ് വേസ്റ്റ് മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ വേരിയസ് ലെവൽസ് ആണ് അല്ലെ. ഓരോ സ്റ്റെപ്പുകൾ ഉണ്ടല്ലോ ഈ വേസ്റ്റ് മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ. ആ ലെവലുകൾ എന്തൊക്കെയാണ് എന്നാണ് നോക്കാൻ പോകുന്നത്. വളരെ ഇമ്പോർട്ടന്റ്, അതായത് ഈ ഒരു ലെസണിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആട്ടോ അത്. ശ്രദ്ധിച്ച് കേൾക്കുക. ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ അഥവാ SLM കൊടുത്തിരിക്കുന്നത് പോയിന്റ് ആയിട്ടുള്ള പോയിന്റുകളുടെ രൂപത്തിലാണ് കൊടുത്തിട്ടുള്ളത്. സോ നിങ്ങൾ ആ പോയിന്റുകൾ മാത്രം ഒന്നും പഠിച്ചിട്ട് അതെന്താണ് എന്നൊന്ന് മനസ്സിലാക്കി ഓൺവേർഡ്സിൽ എഴുതിയാൽ മതി. ഓക്കെ, സോ നമുക്ക് നോക്കിയാലോ. വേസ്റ്റ് മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ ഓരോ ലെവൽസ് നമുക്ക് നോക്കാം, അല്ലെങ്കിൽ ഓരോ സ്റ്റെപ്പുകൾ നമുക്ക് നോക്കാം അല്ലെ. ഓക്കെ, ഒന്നാമത്തെ സ്റ്റെപ്പാണ് വേസ്റ്റ് ജനറേഷൻ. എന്താണ് വേസ്റ്റ് ജനറേഷൻ? എന്താണ് വേസ്റ്റ് ജനറേഷൻ? വേസ്റ്റ് ജനറേഷൻ എന്ന് പറയുകയാണെങ്കിൽ ഇതേപോലുള്ള സോളിഡ് വേസ്റ്റുകളില്ലേ, എന്താണ് അൺവാണ്ടഡ് ആയ യൂസ്ലെസ് ആയിട്ടുള്ള സോളിഡ് വേസ്റ്റുകളെ കണ്ടെത്തി പിടിക്കുക എന്നുള്ളതാണ്. ആ ഒരു സ്റ്റെപ്പാണ് ഈ വേസ്റ്റ് ജനറേഷനിൽ എന്ത് ചെയ്യുന്നത്, നടത്തുന്നത്. ഓക്കെ, ഇനി രണ്ടാമത് നോക്കാം. ഓൺ സൈറ്റ് ഹാൻഡ്ലിംഗ്, സ്റ്റോറേജ് ആൻഡ് പ്രോസസിംഗ്. മനസ്സിലായല്ലോ. സ്റ്റോറേജ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, ഇത്തരത്തിൽ കളക്ട് ചെയ്തിട്ടുള്ള അല്ലെ, ഇത്തരത്തിലുള്ള സോളിഡ് വേസ്റ്റുകളെ ഒന്ന് സ്റ്റോറേജ് ചെയ്യുക, അതിനെ തുടർന്നുള്ള പ്രോസസ്സിംഗും ഈ രണ്ടാമത്തെ സ്റ്റെപ്പിലാണ് നടത്തിയിട്ടുള്ളത്. മൂന്നാമത് നോക്കാം വേസ്റ്റ് കളക്ടിങ്. എന്താണ് വേസ്റ്റ് കളക്ടിങ്? ഈ വേസ്റ്റ് കളക്ടിങ് എന്ന് പറഞ്ഞ സ്റ്റെപ്പില് ഡസ്റ്റ്ബിൻസ് പ്ലേസ് ചെയ്യുക, അതേപോലെ ആ ഡസ്റ്റ്ബിൻസിൽ ആൾക്കാർ ഇട്ടേക്കുന്ന വേസ്റ്റുകളെ തിരിച്ചിങ്ങോട്ട് കളക്ട് ചെയ്യുക, അതേപോലെ ട്രാൻസ്പോർട്ടേഷനും കൂടെ ഈ ഒരു ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഓക്കെ, സോ ഇതാണ് വേസ്റ്റ് കളക്ടിങ് എന്ന് പറഞ്ഞ മൂന്നാമത്തെ മെത്തേഡിൽ ചെയ്യുന്നത്. എന്തൊക്കെയാണ്, ഒരു വേസ്റ്റ് ബിൻ അവിടെ രൂപീകരിപ്പിക്കുക, അതായത് അല്ലെങ്കിൽ ഒന്ന് പ്ലേസ് ചെയ്യുക,
പിന്നീട് അങ്ങോട്ട് അതിൽ ആൾക്കാർ ഇടുന്ന, ജനങ്ങൾ ഇടുന്ന വേസ്റ്റ്, പബ്ലിക് ഇടുന്ന വേസ്റ്റ് എന്ത് ചെയ്യുക, കളക്ട് ചെയ്യുക. ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് മൂന്നാമത്തെ സ്റ്റെപ്പായ വേസ്റ്റ് കളക്ടിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നാലാമത്തെ നോക്കാം, വേസ്റ്റ് ട്രാൻസ്ഫർ ആൻഡ് ട്രാൻസ്പോർട്ട്. മനസ്സിലായല്ലോ എന്താണ് വേസ്റ്റ് ട്രാൻസ്ഫർ ആൻഡ് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത്? ഇത്തരത്തിൽ കുഞ്ഞു കുഞ്ഞു ഡസ്റ്റ്ബിനുകളിൽ നിന്നും ഒക്കെ കളക്ട് ചെയ്തിട്ടുള്ള വേസ്റ്റ് എന്ത് ചെയ്യുക, വലിയൊരു അല്ലെ, ഇതൊക്കെ ചെറുതല്ലേ, ഇനി ഇതെല്ലാം കൂട്ടിയിടുന്ന ഒരു സ്ഥലം ഉണ്ടാവുമല്ലോ അല്ലെ, അവിടേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുക. അവിടെ ഈ പറഞ്ഞ വേസ്റ്റ് ഒക്കെ കളക്ട് ചെയ്തിട്ട് അങ്ങോട്ടേക്ക് ട്രാൻസ്പോർട്ട് ചെയ്ത് വലിയ വലിയ വാഹനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് അല്ലേ അങ്ങോട്ടേക്ക് എന്ത് ചെയ്യുക, എല്ലാം കുന്നുകൂടി വെച്ചിരിക്കുന്ന ഭാഗത്തിലെ ലാർജ് ക്വാണ്ടിറ്റിയിലുള്ള ഭാഗത്തിലോട്ട് ട്രാൻസ്പോർട്ട് ചെയ്ത് അവിടേക്ക് കൊണ്ടുപോയി ഇടുക. അതാണ് ഈ നാലാമത്തെ പോയിന്റിൽ, നാലാമത്തെ സ്റ്റെപ്പിൽ കാണാൻ സാധിക്കുന്നത്. അഞ്ചാമത്തെ നോക്കാം, വേസ്റ്റ് പ്രോസസിംഗ് ആൻഡ് റിക്കവറി. മനസ്സിലായല്ലോ. പിന്നീട് അങ്ങോട്ട് ആ വേസ്റ്റിന് എന്ത് ചെയ്യുകയാണ്, വേസ്റ്റിന് അതൊരു പ്രോസസ്സ് നടക്കുകയാണ്. അതേപോലെ റിക്കവറി കാര്യങ്ങൾ അങ്ങനെയുള്ള പ്രോസസ്സൊക്കെയാണ് അഞ്ചാമത്തെ പോയിന്റ്. ഇനി ആറാമത്തെ അഥവാ അവസാനത്തെ പോയിന്റ് ആണ് ഏത്, ഡിസ്പോസൽ. ഈ വേസ്റ്റ് മാനേജ്മെന്റ് ഏറ്റവും അവസാനത്തെ സ്റ്റെപ്പാണ് എന്ത്, ഡിസ്പോസൽ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ. സോ ഇത്രയും കാര്യങ്ങളാണ് ദി മേജർ എലമെന്റ്സ് ഓഫ് വേസ്റ്റ് മാനേജ്മെന്റ് സിസ്റ്റം. വേസ്റ്റ് മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ ഇത്രയും സ്റ്റെപ്പുകൾ കടന്നുകൊണ്ട് വേണം എന്ത് ചെയ്യാനാ, ഇത്രയും കാര്യങ്ങളാണ് എന്ത് വേസ്റ്റ് മാനേജ്മെന്റ് സിസ്റ്റം. മനസ്സിലായല്ലോ. ഇനി നമുക്ക് രണ്ട് കാര്യങ്ങളാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. എന്താണ് അടുത്ത ടോപ്പിക്, ഓൺ സൈറ്റ് ഡിസ്പോസൽ എങ്ങനെ എന്നും ഇൻസൈഡ് ഡിസ്പോസൽ എങ്ങനെ എന്നും അല്ലെ, ഓൺ സൈറ്റ് ഡിസ്പോസലും അതുപോലെ തന്നെ ഓഫ് സൈറ്റ് ഡിസ്പോസലും എങ്ങനെ എന്നാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്ന ടോപ്പിക്. ഓക്കെ, ആദ്യം തന്നെ ഓൺ സൈറ്റ് ഡിസ്പോസൽ, അതിന്റെ കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ആദ്യം തന്നെ നോക്കാം കൊമ്മുണൽ പിറ്റ് ഡിസ്പോസൽ, അതേപോലെ തന്നെ ഫാമിലി പിറ്റ് ഡിസ്പോസൽ, അതുപോലെ തന്നെ കൊമ്മുണൽ ബിൻസ് അല്ലെ, ഡസ്റ്റ് ബിൻസ് ഒക്കെ നമ്മൾ പറയും, വേസ്റ്റ് ഇടാനുള്ള ബിൻസ് ഒക്കെ പ്ലേസ് ചെയ്യാം. ഇത്തരത്തിലുള്ള ഡസ്റ്റ്ബിനുകളൊക്കെയാണ്, ഡിസ്പോസൽ മെത്തേഡ് ഒക്കെയാണ് ഏതിൽ വരുന്നത്, ഓൺ സൈറ്റ് ഡിസ്പോസലിൽ വരുന്നത്. ഏതൊക്കെയാണ്, കൊമ്മുണൽ പിറ്റ് ഡിസ്പോസൽ, ഫാമിലി പിറ്റ് ഡിസ്പോസൽ, അതേപോലെ തന്നെ കൊമ്മുണൽ ബിൻസ്. മനസ്സിലായല്ലോ. ഇനി നമുക്ക് നോക്കാം ഓഫ് സൈറ്റ് ഡിസ്പോസലിൽ എന്താ വരുന്നത് നോക്കാം, ലാൻഡ് ഫില്ലിംഗ്. ഓക്കെ, എന്താണ് ലാൻഡ് ഫില്ലിംഗ് എന്ന് പറയുന്നത്? അതായത് നമ്മൾ കളക്ട് ചെയ്തെടുത്ത സോളിഡ് വേസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും, ലാൻഡിൽ ഫില്ല് ചെയ്യാൻ അല്ലെ, ഗ്രൗണ്ടിൽ ഫില്ല് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നു. അതാണ് എന്ത്, ലാൻഡ് ഫില്ലിംഗ് എന്ന് പറയുന്നത്. രണ്ടാമത് നോക്കാം ഇൻസിനറേഷൻ. ഏതാണ് ഇൻസിനറേഷൻ? ഇൻസിനറേഷൻ അഥവാ ബേണിംഗ്. ഓക്കെ, എന്താണ് ബേൺ ചെയ്യുക എന്നതാണ് ഈ രണ്ടാമത്തെ പോയിന്റ് വരുന്നത്. മൂന്നാമത്തെ കമ്പോസിംഗ് ഉണ്ട്. കമ്പോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ വെജിറ്റബിൾസും അല്ലെ, അതേപോലെ തന്നെ വെജിറ്റബിൾസ്, ഫ്രൂട്ട്സിന്റെ തൊലികളിൽ, അതായത് ചുരുക്കം പറഞ്ഞ ഓർഗാനിക് വേസ്റ്റുകളൊക്കെ കമ്പോസ്റ്റ് ചെയ്യുക എന്ന ഒരു മെത്തേഡും ഏതിൽ വരുന്നുണ്ട്, ഓഫ് സൈറ്റ് ഡിസ്പോസലിലെ ഓപ്ഷൻസിൽ വരുന്നുണ്ട്. പിന്നെ അടുത്താണ് റീസൈക്കിൾ. നമുക്കറിയാം അല്ലെ, ഉപയോഗിച്ച വസ്തു നമ്മൾ എന്ത് ചെയ്യുക, റീസൈക്കിൾ ചെയ്ത് വീണ്ടും ഉപയോഗിക്കുക. ഇത്തരത്തിലുള്ള കുറച്ച് എന്താണ് മെത്തേഡുകളാണ് ഏതിൽ വരുന്നത്, ഓഫ് സൈറ്റ് ഡിസ്പോസൽ ഓപ്ഷൻസിൽ വരുന്നത്. ഏതൊക്കെയാണ്, ലാൻഡ് ഫില്ലിംഗ്, ഇൻസിനറേഷൻ അല്ലെങ്കിൽ എന്താ ബേണിംഗ്. മൂന്നാമത്തെ എന്താ, കമ്പോസ്റ്റിംഗ്. കമ്പോസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ ഓർഗാനിക് മെറ്റീരിയൽസ് ആയിട്ടുള്ള വെജിറ്റബിൾസ്, പിന്നെ ഫ്രൂട്ട്സിന്റെ അതൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കമ്പോസ്റ്റിംഗ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. പിന്നീട് റീസൈക്കിൾ. ഇത്തരത്തിലുള്ള സ്റ്റെപ്പുകളൊക്കെയാണ് നമുക്ക് മെയിൻ ആയിട്ട് ഈ ഒരു യൂണിറ്റിൽ പഠിക്കാനുള്ളത് കേട്ടോ. ഭയങ്കര ഇമ്പോർട്ടന്റ് ആയ പാഠം തന്നെയാണ്. ഞാൻ വേണം ഒന്നുകൂടെ നമുക്കൊന്ന് ഓടിച്ചു നോക്കാം. എന്തൊക്കെയാണ്? ആദ്യം തന്നെ സോളിഡ് വേസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, അൺവാണ്ടഡ് ആയിട്ടുള്ള യൂസ്ലെസ് ആയിട്ടുള്ള ഏത് ഗാർബേജും, അത് എവിടുന്ന മനുഷ്യനിൽ നിന്നോ ആനിമലിൽ നിന്നോ പ്ലാന്റ്സിൽ നിന്നുമായി വരുന്ന ഏതൊരു ഗാർബേജിനെ നമ്മൾ എന്ത് പറയുന്നു, സോളിഡ് വേസ്റ്റ് എന്ന് പറയുന്നു. രണ്ടാമത്തെ ടോപ്പിക് ഏതാ, വേസ്റ്റ് മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ ഡിഫറെന്റ് ലെവൽസ് ആണ് അല്ലെ പറഞ്ഞത്. എത്ര എണ്ണം ഉണ്ട്, 6 സ്റ്റെപ്പുകളാണ് അതിലുള്ളത്. ഒന്നാമത്തെ ഏതാണ്, വേസ്റ്റ് ജനറേഷൻ, അതുപോലെ തന്നെ ഓൺ സൈറ്റ് ഹാൻഡ്ലിംഗ്, സ്റ്റോറേജ് ആൻഡ് പ്രോസസിംഗ്. മൂന്നാമത്തെ വേസ്റ്റ് കളക്ടിംഗ്. നാലാമത്തെ എന്താണ്, വേസ്റ്റ് ട്രാൻസ്ഫർ ആൻഡ് ട്രാൻസ്പോർട്ട്. അഞ്ചാമത്തെ വേസ്റ്റ് പ്രോസസിംഗ് ആൻഡ് റിക്കവറി. ഏറ്റവും അവസാനത്തെ ഏതാണ്, ഡിസ്പോസൽ. ഇത്തരത്തിലുള്ള സ്റ്റെപ്പുകളും അതിന്റെ വിശദീകരണമൊക്കെ ഞാൻ പറഞ്ഞു അല്ലേ. ഓക്കെ, അത് കഴിഞ്ഞാൽ പിന്നെ ഓൺ സൈറ്റ് ഡിസ്പോസലുകളുടെ കുറച്ച് എക്സാമ്പിൾസ് ആണ്. അതെന്താണ്, ഈ പറഞ്ഞ പിറ്റുകൾ അല്ലെ, അതെന്താണ്, കൊമ്മുണൽ പിറ്റ് ഡിസ്പോസൽ, ഫാമിലി പിറ്റ് ഡിസ്പോസൽ, അതുപോലെ തന്നെ കൊമ്മുണൽ ബിൻസ്. ഇത്തരത്തിലുള്ള മെത്തേഡുകളൊക്കെയാണ് അല്ലെങ്കിൽ ഓപ്ഷൻസുകളൊക്കെയാണ് ഓൺ സൈറ്റ് ഡിസ്പോസൽ വരുന്നത്. ഓഫ് സൈറ്റ് ഡിസ്പോസൽ വരുന്ന ഏതാണ്, ലാൻഡ് ഫില്ലിംഗ് അല്ലെ, മണ്ണിൽ നമ്മുടെ ഗ്രൗണ്ടില് ഫില്ല് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം.
രണ്ടാമത്തേതാണ് ഇൻസിനറേഷൻ അല്ലെങ്കിൽ ബേൺ ചെയ്യാം. അത് സി. മൂന്നാമത്തേതാണ് കമ്പോസ്റ്റിംഗ് ആണ്. വെജിറ്റബിൾസും ഓർഗാനിക് മാറ്റർ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം? കമ്പോസ്റ്റിംഗ് ചെയ്യാം. അത് കഴിഞ്ഞ റീസൈക്ലിംഗ്, ഉപയോഗിച്ച് കഴിഞ്ഞ വസ്തു നമുക്ക് വീണ്ടും എന്ത് ചെയ്യാം? റീസൈക്കിൾ ചെയ്യാം. മനസ്സിലായല്ലോ? ഇതിൽ ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ എല്ലാ പോയിന്റ്സും നിങ്ങൾ തീർച്ചയായിട്ടും പഠിക്കുക തന്നെ വേണം. ഇതിലൊന്നും നമുക്ക് വിട്ടുകളയാനില്ല കേട്ടോ. ഇത് നമുക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇതൊരു എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ടോ അല്ലെങ്കിൽ ഒരു 5 മാർക്കിന്റെ ചോദ്യമായിട്ടോ ഒക്കെയാണ് ചോദിക്കാൻ ചാൻസ് കൂടുതലുള്ളത്. ഒബ്ജക്റ്റീവ്സ് ഒക്കെ ഇതിൽ വരിക എന്നുള്ളത് വളരെ കുറവാണ്. പക്ഷേ എന്താണ് ഈ സോളിഡ് വേസ്റ്റ് എന്നുള്ള 2 മാർക്കിനോ അല്ലെങ്കിൽ 3 മാർക്കിനോ ഒക്കെ ചോദിക്കാനുള്ള സാധ്യതയെ നമുക്ക് ഇതിൽ കാണുന്നുണ്ട്. ഓക്കെ, സോ ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ ഇപ്പൊ ഞാൻ ഈ എടുത്ത ക്ലാസ്സിൽ ഒന്നും തന്നെ നിങ്ങൾക്ക് ഒഴിവാക്കാൻ ഒന്നുമില്ല. നിങ്ങൾ എന്തായാലും ഇത് പഠിച്ചേ പറ്റൂ. ഓക്കെ, ഇത് അത്രയും ഇമ്പോർട്ടന്റ് ആയ ഒരു പാഠം തന്നെയാണ്. ഓക്കെ, സോ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഒന്നും ഇല്ലാന്ന് ഞാൻ വിചാരിക്കുകയാണ്. നിങ്ങൾ എന്ത് ചെയ്യുക? SLM ഒന്നെടുത്ത് വായിച്ചു നോക്കുക. വായിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് കുറെ കൂടി എന്താവും? ക്ലാരിറ്റി വരും അല്ലേ? ഓക്കെ, സോ ഇത്രേ ഉള്ളൂ. നമുക്ക് ഇനി അടുത്തൊരു ക്ലാസ്സിൽ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. ഓക്കെ, സോ ബൈ ആൻഡ് താങ്ക് യു.